ഹലോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടിയൂരുള്ള ഒരു വീട്ടിലാണ്. മിസ്സസ് ഷൈനി സുനിലിൻ്റെ ഒരു പച്ചക്കറിത്തോട്ടമാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഷൈനി സുനിൽ എൻ്റെ ആൻറ്റിയാണ്. അപ്പം ഷൈനി ആൻറ്റിയുടെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഓക്കെ. ഇതാണ് മിസ്സസ് ഷൈനി സുനിൽ, അതായത് ഷൈനി ആൻറ്റി. അപ്പം നമസ്കാരം. ഓക്കെ. അപ്പം ഇവിടെ ഏതൊക്കെ പച്ചക്കറികളാണ് ഷൈനി ആൻറ്റി ഉള്ളത്? ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ, വഴുതന, വെണ്ട, ചീര, ക്യാരറ്റ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം പുറത്തുനിന്ന് എന്തൊക്കെ വാങ്ങാറുണ്ടോ? ഉള്ളി, അങ്ങനെ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമുക്കൊന്ന് ക്യാബേജ് നമുക്കൊന്ന് ചീന്തിയെടുക്കാം. ഇവിടെ സാധാരണ നമ്മൾ കാണുന്ന ക്യാബേജ് അല്ലാതെ വയലറ്റ് കളർ ക്യാബേജ് ഉണ്ട്. പക്ഷെ അതിപ്പോൾ നിലവിലായിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഒരു വിഷവും അടിക്കാതെയാണ് ഈ വീട്ടിൽ എല്ലാ പച്ചക്കറികളും നിർമ്മിക്കുന്നത്. ഇപ്പോൾ എത്ര കിലോ? 1 കിലോ ഉണ്ടാവും അല്ലേ? 1 കിലോ മേലെ ഉണ്ട്. 1 കിലോ മേലെ ഉണ്ടാവും. നമുക്കിതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. ഇതിവിടെ വളർത്തിയ താമരയാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെ പ്രാണികളൊക്കെ വന്ന് ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് താമര കാണുന്നത്. അതുപോലെ ആമ്പൽ വേണം, അത് ആമ്പൽ. പക്ഷെ അത് കുറച്ച് മറിഞ്ഞു പോയി. അത്രയും ചെറിയ വേറെ വയലറ്റ് ആമ്പലം ഉണ്ടോ? ക്യാബേജ് നട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയലറ്റ് ക്യാബേജിൻ്റെ പൊടി. ഇതിലായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വയലറ്റ് കളറിൽ കാണാം. ഇതെന്താ ഇത്? അത് സീറ്റമ്പഴമാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട്. അച്ചാറിടുകയൊക്കെ ചെയ്യാം. ഇത് പുളിയല്ലേ? ഇത്രയും വലുപ്പം വെക്കുള്ളൂ? ഇത് ഏകദേശം ആയതാ. തിന്നു നോക്കി. മാങ്ങ പോലെ. മാങ്ങ പോലെ അച്ചാറിട്ട് അങ്ങനെയാണ്. അമ്പഴങ്ങാന്ന് പറയാ. ഇത് സ്വീറ്റമ്പഴം. ഇത് സാധാ അമ്പഴമാണെങ്കിൽ അത് പഴുത്ത് കഴിയുമ്പോൾ നാര് പോലെ പോകും. ഇത് മധുരമുണ്ട്. നല്ല പുളിയുണ്ട്. ഫോൺ അടിക്കുന്നുണ്ടോ? എൻ്റെ ഫോൺ. ഇത് ക്യാരറ്റാ. ഇതെല്ലാം ക്യാരറ്റ് ഇപ്രാവശ്യം അധികം ഉണ്ടായില്ല. ക്യാരറ്റ്. നമ്മുടെ ചീനി എല്ലാവരും മുറ്റത്ത് 1-2 ഒക്കെ കാണും. പക്ഷെ ഇവിടെ എത്രയാണെന്ന് നോക്കി. വെണ്ടയൊക്കെ ആദ്യം എടുക്കാം. അത് ബേറാപ്പിളാട്ടോ. ബേറാപ്പിളാ. എന്താന്ന് ചോദിക്കാം അവിടെ ചെന്നിട്ട്. ലെമൺ വൈൻ. നെല്ലിക്ക പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. ഇത് വൈനിടാൻ കൊള്ളാം, പിന്നെ അച്ചാറൊക്കെ ഇടാം. അതിനെന്താ ടേസ്റ്റ്? ഒരു പുളിയാ. നെല്ലിക്ക പോലെ ഉണ്ടല്ലേ? ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നിച്ചെല്ലാം ഒറ്റ ദിവസം പൂക്കും. ഇത് കുറേ ഉണ്ടല്ലോ. അച്ചാറിടോ ഇത്? ഇത് 2 തരത്തിലുള്ള വെണ്ട. 3 തരത്തിലുള്ള വെണ്ട. വെണ്ടയുടെ ഒക്കെ വലിപ്പം നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ട. ഇത് വെള്ള, ചുവപ്പ്, പച്ച. 3 തരത്തിലുള്ള വെണ്ടയാണ് ഇവിടെ ഉള്ളത്. വെയിറ്റ് കാരണം നിറഞ്ഞു വരുന്നു. വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയത്. ഇത് ബേറാപ്പിൾ. ഇത് ചുമന്ന സാധനം ബേറാപ്പിളായത്. ഇത് റെഡ്, ഗ്രീൻ.
ഇത് എങ്ങനെ ആപ്പിളിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്? ആപ്പിളിന്റെ അത്രയാവുമല്ല, എന്നാലും ഏകദേശം. പക്ഷെ ഇത് പൂവിട്ടിട്ടേ ഉള്ളൂ, ഉണ്ടായിട്ടില്ല. കായ ഉണ്ടായിരുന്നത് പറിച്ചതാ. അത് നിലത്ത് വെക്കാം, പിന്നെ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെക്കാം. ഇതിപ്പം പഴുത്തൊക്കെ പറിച്ചു. മുടി മാറ്റി. ഇപ്പം പച്ചത്തക്കാളിയാണ്, അത് ആവുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ബീൻസ് എല്ലാം തീർന്നു. ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ടോ? പാവലുണ്ട്. പിന്നെ തക്കാളി വഴുതനയോ? അവിടെയാ? ഇത് മറ്റേ ലൂബിക്ക. അതാ മുളക് വന്നിട്ട്. ഇതൊരു വെറൈറ്റി മുളക്. കളർ മുളക് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. വയലറ്റോ ബ്ലാക്കാണോ? ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള ഒരു മുളക്. നമുക്ക് തക്കാളി വഴുതന കാണാൻ. ബാ, ഇത് ചന്ദ്രികയും പിന്നെ മറ്റേൻ്റെ പേരെന്തായിരുന്നു? മറ്റേതിന് പേരിട്ടില്ല, ചോട്ടാപ്പിയാണ്. ഒന്ന് ചന്ദ്രിക, വെള്ളയും ബ്ലാക്കും ഉള്ള ചന്ദ്രിക. ചന്ദ്രിക തക്കാളിയാണോ? അല്ല, വഴുതനയാണ്. തക്കാളിക്ക് പോലെ തക്കാളി വഴുതനാണ്. തക്കാളി വഴുതന. നമ്മൾ സാധാരണ വയലറ്റ് കളറുള്ള വെള്ളയൊക്കെയാണ്. ഇത് അതിൻ്റെ വഴുതനയാണ് കൂടുതലും കാണുന്നത്. പക്ഷെ ഇത് ഒരു വെറൈറ്റി തക്കാളിയുടെ കളറുള്ള വഴുതന. പഴുത്ത് കഴിയുമ്പോൾ അങ്ങനെ ഇത് വെള്ളയുണ്ട്, അത് പച്ച മൂക്കാത്തത്. പഴുത്ത് കഴിയുമ്പോൾ ആ കളറാവും. ഇതൊക്കെ ഇതല്ല. ഇതിന് അങ്ങനെ കറയില്ല. നല്ല നമ്മൾ മുറിച്ച് വെച്ച് ഇതിൻ്റെ ഉള്ളൊക്കെ സാധാരണ വഴുതന പോലെ തന്നെ ഇരിക്കുന്ന വ്യത്യാസമില്ല. പക്ഷെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കറ വരും, കറുത്ത് ഇങ്ങനെ വരുമല്ല. വെള്ളത്തെ മല്ലിച്ചപ്പ് ഇതെന്നായിരുന്നു? അത് ചെടിയാ, ഹോളി ഹോക്സ്.